വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം. സോളമൻ രാജാവ് ഫറവോയുടെ പുത്രിയോടൊപ്പം മോവാബ്യരും അമോന്യരും ഏദോമ്യരും സീദോന്യരും ഹിത്യരുമായ അനേകം വിദേശ സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾ അവരുടെ ഇടയിൽ പോവുകയോ അവർ നിങ്ങളുടെ ഇടയിൽ വരികയോ അരുത്. നിശ്ചയമായും നിങ്ങളുടെ ഹൃദയം അവരുടെ ഇടയിലെ ദേവന്മാരുടെ പുറകെ തിരിയുമെന്ന് ഇസ്രായേലരോട് കർത്താവ് അരുൾ ചെയ്ത ജനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ. സോളമൻ അവരുമായി സ്നേഹബദ്ധനായി തീർന്നു. അവന് രാജ്ഞിമാരായ 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യമാർ അവനെ ചഞ്ചലചിത്തനാക്കി. സോളമന്റെ വാർദ്ധക്യത്തിൽ അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയം അന്യദേവന്മാരുടെ പുറകെ ചായാനിടയാക്കി. അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ഹൃദയം തന്റെ കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായും ഉറച്ചിരുന്നില്ല. സീദോൻകാരുടെ ദേവിയായ അഷ്തറത്തിന്റെയും അമോന്യരുടെ മ്ലേച്ഛ വസ്തുവായ മിൽക്കോമിന്റെയും പുറകെ സോളമൻ പോയി. അങ്ങനെ അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്തു. അവന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നില്ല. അക്കാലത്ത് ജെറൂസലേമിന് അഭിമുഖമായുള്ള മലയിൽ മൊവാബുകാരുടെ മ്ലേച്ഛ വസ്തുവായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ഛ വസ്തുവായ മോളേക്കിനും സോളമൻ പൂജാഗിരി നിർമ്മിച്ചു. അവൻ തന്റെ എല്ലാ വിജാതീയ ഭാര്യമാർക്കും അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു. അവർ തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർപ്പണം നടത്തുകയും ബലിയർപ്പിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം തനിക്ക് പ്രത്യക്ഷനായ ഇസ്രായേലി ദൈവമായ കർത്താവിൽ നിന്ന് സോളമൻ തന്റെ ഹൃദയം പിന്തിരിച്ചതിനാൽ കർത്താവ് അവനെതിരെ കോപിച്ചു. അന്യദേവന്മാരുടെ പുറകെ പോകാതിരിക്കാൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് അവിടുന്ന് അവനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് കൽപ്പിച്ചത് അവൻ അനുസരിച്ചില്ല. കർത്താവ് സോളമനോട് അരുൾ ചെയ്തു, നീ ഇപ്രകാരം അരുൾ ചെയ്തതിനാലും ഞാൻ നിന്നോട് കൽപ്പിച്ച എൻ്റെ ഉടമ്പടിയും ചട്ടങ്ങളും പാലിക്കാത്തതിനാലും നിന്നിൽ നിന്ന് നിശ്ചയമായും നിന്റെ രാജ്യം ഞാൻ ചീന്തിയെടുത്ത് അത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ പ്രതി ഏതായാലും നിന്റെ കാലത്ത് ഞാനത് ചെയ്യുകയില്ല. നിന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാനത് ചീന്തിയെടുക്കും. എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ ചീന്തിയെടുക്കുകയില്ല. എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഞാൻ തിരഞ്ഞെടുത്ത ജെറൂസലേമിനെ പ്രതിയും ഒരു ഗോത്രം നിന്റെ പുത്രന് നൽകും. ഏദോമിനായ ഹദാദിനെ കർത്താവ് സോളമന്റെ പ്രതിയോഗിയായി ഉയർത്തി. അവൻ ഏദോം രാജവംശജനായിരുന്നു. ദാവീദ് ഏദോമിലായിരുന്നപ്പോൾ സേനാനായകൻ യോവാബ് കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ പോയി. അവൻ ഏദോമിലെ എല്ലാ പുരുഷന്മാരെയും വധിച്ചു. എന്തെന്നാൽ ഏദോമിലെ ഓരോ പുരുഷനെയും വധിക്കുന്നത് വരെ യോവാബും ഇസ്രായേൽ മുഴുവനും 6 മാസം അവിടെ താമസിച്ചിരുന്നു. ഹദാദും അവന്റെ കൂടെ അവന്റെ പിതാവിന്റെ ദാസരിലെ ഏദോംകാരായ ചില ആളുകളും ഈജിപ്ത് ലക്ഷ്യമാക്കി പലായനം ചെയ്തു. അപ്പോൾ ഹദാദ് ബാലനായിരുന്നു. അവർ മിദിയാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിലെത്തി. പാരാനിൽ നിന്ന് അവർ ആളുകളെ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്ത് ഈജിപ്തിൽ ചെന്നു. അയാൾ അവന് ഭവനവും ഭക്ഷണവും നൽകി അവന് സ്ഥലവും കൊടുത്തു. ഫറവോയുടെ ദൃഷ്ടികളിൽ ഹദാദ് ഏറെ പ്രീതി കണ്ടെത്തി. അയാൾ അവന് ഭാര്യയായി തന്റെ ഭാര്യയുടെ സഹോദരിയെ, അതായത് തഹ്പനേസ് രാജ്ഞിയുടെ സഹോദരിയെ കൊടുത്തു. തഹ്പനേസിന്റെ സഹോദരി അവനൊരു പുത്രനെ ഗനുബാത്തിനെ പ്രസവിക്കുകയും തഹ്പനേസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു. ഗനുബാത്ത് ഫറവോയുടെ കൊട്ടാരത്തിൽ പുത്രന്മാരോടുകൂടെ വസിച്ചു. ദാവീദ് തന്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വച്ച് കേട്ടു.
അപ്പോൾ അവൻ ഫറവോയോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് എന്നെ അനുവദിച്ചാലും. ഫറവോ അവനോട് ചോദിച്ചു, എൻ്റെ പക്കൽ നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് ഇതാ നീ നിന്റെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഒന്നുമില്ല, എങ്കിലും അങ്ങ് എന്നെ അയച്ചാലും. ഏലിയാദായുടെ മകൻ റസോനെ ദൈവം സോളമന് പ്രതിയോഗിയായി ഉയർത്തി. തൻ്റെ യജമാനനായ സോവായിലെ രാജാവായ ഹദദേസറിൻ്റെ പക്കൽ നിന്ന് ഒളിച്ചോടിയവനായിരുന്നു അവൻ. ദാവീദ് അവരെ സംഹരിച്ചപ്പോൾ റസോൻ ആളുകളെ തന്നോട് ചേർത്ത് ഒരു സംഘത്തിൻ്റെ നേതാവായി ദമാസ്കസിലേക്ക് പോയിരുന്നു. അവർ അവിടെ താമസിച്ച് ദമാസ്കസിൽ ഭരണം നടത്തി വരികയായിരുന്നു. ഹദാദ് ചെയ്ത തിന്മയ്ക്ക് പുറമെ സോളമന്റെ കാലം മുഴുവനും അവൻ ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുക്കുകയും ആരാമിന്റെ മേൽ ഭരണം നടത്തുകയും ചെയ്തു. സോളമന്റെ ഒരു ദാസനും സെരേദായിൽ നിന്നുള്ള എഫ്രൈംകാരൻ നെബാത്തിന്റെ പുത്രനുമായ ജെറോബോവാം രാജാവിനെതിരെ കരമുയർത്തി. അവന്റെ അമ്മയുടെ പേര് സെരുവ. അവൾ ഒരു വിധവയായിരുന്നു. സോളമൻ രാജാവിനെതിരെ അവൻ കരമുയർത്താൻ കാരണമിതാണ്: അവൻ മില്ലോ പണി കഴിപ്പിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ പട്ടണത്തിന്റെ വിള്ളലുകൾ അടച്ചു. ജെറോബോവാം എന്നയാൾ ധീരനായ ഒരു വ്യക്തിയായിരുന്നു. ആ യുവാവ് പണിയെടുക്കുന്നവനാണെന്ന് കണ്ട് സോളമൻ അവനെ ജോസഫിന്റെ ഭവനത്തിലെ എല്ലാ ചുമതലകളുടെയും മേലാളനാക്കിയിരുന്നു. അക്കാലത്ത് ഒരിക്കൽ ജെറോബോവാം ജെറൂസലേമിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഷീലോൻകാരനായ അഹിയ പ്രവാചകൻ അവനെ വഴിയിൽ കണ്ടുമുട്ടി. അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വയലിൽ അവർ ഇരുവരും തനിച്ചായിരുന്നു. അഹിയ തൻ്റെ മേലുണ്ടായിരുന്ന പുതിയ വസ്ത്രത്തിൽ പിടിച്ച് അത് 12 കഷ്ണങ്ങളായി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണങ്ങൾ നിനക്കായി എടുക്കുക. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, സോളമന്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യം ചീന്തിയെടുക്കുന്നു. 10 ഗോത്രങ്ങൾ ഞാൻ നിനക്ക് നൽകും. എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത പട്ടണമായ ജെറൂസലേമിനെ പ്രതിയും അവന് ഒരു ഗോത്രമുണ്ടായിരിക്കും. അവർ എന്നെ ഉപേക്ഷിക്കുകയും സീദോൻകാരുടെ ദേവനായ അഷ്തൊറേത്തിനെയും മൊവാബിന്റെ ദേവനായ കെമോഷിനെയും അമോന്യരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിക്കുകയും ചെയ്തു. അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ ദൃഷ്ടികളിൽ ശരിയായവ, അതായത് എൻ്റെ ന്യായവിധികളും ചട്ടങ്ങളും അനുവർത്തിക്കുന്നതിനായി അവർ എൻ്റെ മാർഗങ്ങളിൽ ചരിച്ചില്ല. എങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രാജ്യം മുഴുവൻ ഞാൻ എടുക്കുകയില്ല. കാരണം എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിച്ച ഞാൻ തിരഞ്ഞെടുത്ത ദാവീദിനെ പ്രതി അവനെ ഞാൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ നേതാവാക്കിയിരിക്കുന്നു. എന്നാൽ രാജ്യം ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്നെടുക്കും. ആ 10 ഗോത്രങ്ങൾ നിനക്ക് ഞാൻ തരും. എൻ്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ എനിക്കായി തിരഞ്ഞെടുത്ത പട്ടണമായ ജെറൂസലേമിൽ എൻ്റെ ദാസനായ ദാവീദിന് എൻ്റെ മുൻപാകെ എക്കാലവും ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവൻ്റെ മകന് ഒരു ഗോത്രം ഞാൻ നൽകും. ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. നീ ഇച്ഛിക്കുന്ന എല്ലാറ്റിലും നീ ഭരണം നടത്തും. ഇസ്രായേലിൻ്റെ മേൽ രാജാവായിരിക്കുകയും ചെയ്യും. എൻ്റെ ചട്ടങ്ങളും എൻ്റെ കൽപ്പനകളും പാലിക്കാൻ എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ കേൾക്കുകയും എൻ്റെ മാർഗങ്ങളിൽ ചരിക്കുകയും എൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്യുകയും ചെയ്താൽ ഞാൻ നിന്റെ കൂടെ ആയിരിക്കുകയും ദാവീദിനു വേണ്ടി പണിതതുപോലെ ഉറപ്പുള്ള ഭവനം നിനക്കായി പണിയുകയും നിനക്ക് ഇസ്രായേലിനെ നൽകുകയും ചെയ്യും. ഞാൻ ദാവീദിന്റെ സന്തതിയെ ഇതുമൂലം എളിമപ്പെടുത്തും, എന്നാൽ എക്കാലത്തേക്കുമല്ല. ജെറോബോവാമിനെ വധിക്കാൻ സോളമൻ ഉദ്യമിച്ചു. എന്നാൽ ജെറോബോവാം എഴുന്നേറ്റ് ഈജിപ്തിലേക്ക്, ഈജിപ്ത് രാജാവായ ഷീഷാക്കിന്റെ പക്കലേക്ക് പലായനം ചെയ്തു. സോളമന്റെ മരണം വരെ അവൻ ഈജിപ്തിലായിരുന്നു. സോളമന്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തത് ഓരോന്നും അവന്റെ ജ്ഞാനവും സോളമന്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സോളമൻ ജെറൂസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ ഭരിച്ച കാലം 40 വർഷമായിരുന്നു.
സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. തൻ്റെ പിതാവായ ദാവീദിന്റെ പട്ടണത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ മകൻ റെഹോബോവാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം. റെഹോബോവാം ഷെക്കേമിലേക്ക് ചെന്നു. എന്തെന്നാൽ അവനെ രാജാവാക്കുന്നതിന് ഇസ്രായേൽ മുഴുവൻ ഷെക്കമിൽ എത്തിയിരുന്നു. സോളമൻ രാജാവിൻ്റെ പക്കൽ നിന്ന് ഒളിച്ചോടി അതുവരെ ഈജിപ്തിലായിരുന്ന നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം അത് കേട്ടു. അപ്പോൾ അവൻ ഈജിപ്തിൽ താമസിക്കുകയായിരുന്നു. അവർ അവനെ ആളയച്ച് വിളിച്ചു. ജെറോബോവാമും ഇസ്രായേൽ സഭ മുഴുവനും വന്ന് റെഹോബോവാമിനോട് ഇപ്രകാരം സംസാരിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകം ഭാരമുള്ളതാക്കി. അങ്ങ് ഇപ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ കഠിന ജോലിയും അവൻ ഞങ്ങളുടെ മേൽ ചുമത്തിയ ഭാരമുള്ള നുകവും ലഘൂകരിക്കുക, എങ്കിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ അവരോട് പറഞ്ഞു: നിങ്ങൾ പോയി 3 ദിവസത്തിന് ശേഷം എൻ്റെ പക്കൽ മടങ്ങി വരുവിൻ. അപ്പോൾ ജനം പോയി. റെഹോബോവാം രാജാവ് തൻ്റെ പിതാവായ സോളമന്റെ ജീവിതകാലത്ത് അവൻ്റെ പക്കൽ നിന്നിരുന്ന ശ്രേഷ്ഠന്മാരോട് ഇപ്രകാരം ഉപദേശം തേടി: ഈ ജനത്തിന് ഒരു മറുപടി നൽകേണ്ടതിന് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്? അവർ അവനോട് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് ഇന്ന് ഈ ജനത്തിന് ദാസനായിരിക്കുകയും അവരെ സേവിക്കുകയും അവർക്ക് മറുപടി നൽകി അവരുമായി നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്താൽ അവർ എക്കാലത്തും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ തന്നെ ഉപദേശിച്ച ശ്രേഷ്ഠന്മാരുടെ ഉപദേശം അവഗണിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന തൻ്റെ മുമ്പിൽ നിന്നിരുന്ന യുവാക്കന്മാരോട് ആലോചിച്ചു. അവൻ അവരോട് ചോദിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ ചുമത്തിയ നുകത്തിൽ നിന്ന് ലഘൂകരണമുണ്ടാകണം എന്ന് പറയുന്ന ഈ ജനത്തിന് നമ്മൾ എന്തു കാര്യം ഉത്തരമായി നൽകണമെന്നാണ് നിങ്ങൾ ഉപദേശിക്കുന്നത്? തന്നോടൊപ്പം വളർന്ന ആ യുവാക്കൾ അവനോട് ഇപ്രകാരം സംസാരിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി. അങ്ങ് ഞങ്ങളുടെ നുകം ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ ജനത്തോട് അങ്ങ് ഇങ്ങനെ സംസാരിക്കണം. അങ്ങ് അവരോട് ഇങ്ങനെ തന്നെ പറയണം: എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. ഇതാ, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം ചുമത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ നുകത്തോട് ഇനിയും ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ടകൾ കൊണ്ട് ശിക്ഷിച്ചിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ തേളുകളെ കൊണ്ട് ശിക്ഷിക്കും. 3-ാം ദിവസം എൻ്റെ പക്കൽ വരുവിനെന്ന് രാജാവ് പ്രഖ്യാപിച്ചതനുസരിച്ച് ജെറോബോവാമും ജനം മുഴുവനും 3-ാം ദിവസം റെഹോബോവാമിൻ്റെ അടുക്കൽ വന്നു. അവനെ ഉപദേശിച്ച ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി മറുപടി പറഞ്ഞു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: എൻ്റെ പിതാവ് നിങ്ങളുടെ നുകം ഭാരമുള്ളതാക്കിയിരുന്നു. ഞാൻ നിങ്ങളുടെ നുകത്തോട് ഇനിയും ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ടകൾ കൊണ്ട് ശിക്ഷിച്ചിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ തേളുകളെ കൊണ്ട് ശിക്ഷിക്കും. അങ്ങനെ രാജാവ് ജനത്തെ ശ്രവിച്ചില്ല. യഥാർത്ഥത്തിൽ നെബാത്തിന്റെ മകനായ ജെറോബോവാമിനോട് ഷീലോൻകാരനായ അഹിയ മുഖേന കർത്താവ് അരുൾ ചെയ്തിരുന്ന അവിടുത്തെ വചനം നിവൃത്തിയാകുന്നതിന് കർത്താവിൻ്റെ പക്കൽ നിന്നായിരുന്നു ഈ സംഭവ വികാസം. രാജാവ് തങ്ങളെ ശ്രവിക്കുന്നില്ല എന്ന് ഇസ്രായേൽ മുഴുവൻ കണ്ടപ്പോൾ ജനം രാജാവിനോട് ഇക്കാര്യത്തിൽ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞങ്ങൾക്ക് ദാവീദിൽ എന്ത് ഓഹരി? ജെസ്സയുടെ പുത്രനിൽ അവകാശവുമില്ല. ഇസ്രായേലെ നിന്റെ കൂടാരങ്ങളിലേക്ക്. ദാവീദേ, ഇപ്പോൾ നീ നിന്റെ വീട് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇസ്രായേൽ തൻ്റെ കൂടാരങ്ങളിലേക്ക് പോയി. യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേലിയരുടെ മേൽ റെഹോബോവാം രാജാവായി. റെഹോബോവാം രാജാവ് അടിമപ്പണിയുടെ മേലാളനായ അദോറാമിനെ അയച്ചു. ഇസ്രായേൽ മുഴുവൻ അവനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു. റെഹോബോവാം രാജാവ് ജെറൂസലേമിലേക്ക് പലായനം ചെയ്യാൻ തൻ്റെ രഥത്തിൽ കയറുന്നതിന് തിടുക്കം കൂട്ടി. അങ്ങനെ ദാവീദിന്റെ ഭവനത്തോട് ഇസ്രായേൽ ഇന്ന് വരെ കലഹത്തിലാണ്. ജെറോബോവാം മടങ്ങി വന്നെന്ന് ഇസ്രായേൽ മുഴുവനും കേട്ടപ്പോൾ അവർ ആളയച്ച് അവനെ സമൂഹത്തിലേക്ക് വരുത്തി ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവാക്കി.
ദാവീദ് ഭവനത്തിന് പിന്നാലെ പോകാൻ യൂദാ ഗോത്രം ഒഴികെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. റെഹോബോവാം ജെറൂസലേമിൽ വന്ന് യൂദാ ഭവനം മുഴുവനെയും ബെഞ്ചമിൻ ഗോത്രത്തെയും, അതായത് പോരാളികളായി തിരഞ്ഞെടുക്കപ്പെട്ട 180,000 പേരെ ഒരുമിച്ച് കൂട്ടി. ഇസ്രായേൽ ഭവനത്തോട് യുദ്ധം ചെയ്ത് സോളമന്റെ പുത്രനായ റെഹോബോവാമിനായി രാജ്യം വീണ്ടെടുക്കാനായിരുന്നു അത്. എന്നാൽ ദൈവപുരുഷനായ ഷമായിയുടെ നേർക്ക് ദൈവവചനം ഇപ്രകാരമുണ്ടായി: യൂദായുടെ രാജാവായ സോളമന്റെ പുത്രൻ റെഹോബോവാമിനോടും യൂദായുടെയും ബെഞ്ചമിന്റെയും ഭവനം മുഴുവനോടും ശേഷിക്കുന്ന ജനത്തോടും ഇപ്രകാരം പറയുക: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങൾ കയറി ചെല്ലരുത്. നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരോട് യുദ്ധം ചെയ്യരുത്. ഓരോരുത്തനും തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുക. എന്തെന്നാൽ ഇക്കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്നിൽ നിന്ന് തന്നെയാണ്. അവർ കർത്താവിൻ്റെ വചനം ശ്രവിച്ചു. കർത്താവിൻ്റെ വചനമനുസരിച്ച് വ്യാപരിക്കുന്നതിന് അവർ മടങ്ങിപ്പോയി. ജെറോബോവാം എഫ്രായിം മലയിൽ ശെക്കം പുനർനിർമ്മിച്ച് അവിടെ വസിച്ചു. പിന്നീട് അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു. ജെറോബോവാം ആത്മഗതം ചെയ്തു, ഇപ്പോൾ ദാവീദിന്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും. ഈ ജനം ജെറൂസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ ബലികൾ അർപ്പിക്കാൻ കയറി ചെന്നാൽ അവരുടെ നാഥനായ യൂദാ രാജാവ് റെഹോബോവാമിലേക്ക് ഈ ജനത്തിന്റെ ഹൃദയം തിരിയുകയും അവർ എന്നെ വധിച്ചിട്ട് യൂദാ രാജാവ് റെഹോബോവാമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ രാജാവ് കൂടിയാലോചന നടത്തിയിട്ട് സ്വർണത്തിന്റെ 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. അവൻ അവരോട് പറഞ്ഞു, ജെറൂസലേമിലേക്കുള്ള ആരോഹണങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിലേറെയായി. ഇസ്രായേലെ, ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദേവന്മാർ ഇതാ. അവനൊന്ന് ബഥേലിൽ പ്രതിഷ്ഠിച്ചു, മറ്റൊന്ന് ദാനിലും സ്ഥാപിച്ചു. ഇക്കാര്യം പാപമായി തീർന്നു. ദാൻ വരെയും പോയി ജനം അതിൻ്റെ മുമ്പിൽ ആരാധിച്ചു. അവൻ പൂജാഗിരികളിൽ ആലയം നിർമ്മിക്കുകയും ലേവ്യരിൽ നിന്നല്ലാതെ ജനത്തിൻ്റെ ഇതര വിഭാഗങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്തു. യൂദായിലുള്ള തിരുനാളിന് സമാനമായി ജെറോബോവാം 8-ാം മാസത്തിൻ്റെ 15-ാം തീയതി ഒരു ഉത്സവം നടത്തി ബലിപീഠത്തിൽ ബലികൾ അർപ്പിച്ചു. താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് ബലി അർപ്പിക്കുന്നതിന് ബേതേലിലും അവൻ അങ്ങനെ ചെയ്തു. താൻ നിർമ്മിച്ച പൂജാഗിരികളിലെ പുരോഹിതന്മാരെ അവൻ ബേതേലിൽ നിയമിക്കുകയും ചെയ്തു. താൻ ബേതേലിൽ പണിയിച്ച ബലിപീഠത്തിൽ സ്വാഭീഷ്ടപ്രകാരം നിശ്ചയിച്ച 8-ാം മാസം 15-ാം ദിവസം അവൻ ബലിയർപ്പിച്ചു. അവൻ ഇസ്രായേല്യർക്കായി ഒരു ഉത്സവം നടത്തുകയും ബലിപീഠത്തിന്മേൽ ധൂപം അർപ്പിക്കുന്നതിന് ചെല്ലുകയും ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു. മരണനിഴലിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു. അങ്ങ് അവന്റെ ജനതയെ വർദ്ധിപ്പിച്ചു, സന്തോഷം വലുതാക്കി. അവർ അങ്ങയുടെ മുമ്പിൽ ആനന്ദിച്ചു. കവർച്ച വസ്തു പങ്കുവയ്ക്കുന്നവരെ പോലെ, വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ അവർ ആനന്ദിക്കും. അവന്റെ ഭാരമുള്ള നുകവും അവന്റെ ചുമലിലെ ദണ്ഡും അവന്റെ മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ചകിതരാക്കി ചവിട്ടി മെതിക്കുന്ന ഓരോ ചെരിപ്പും രക്തത്തിൽ കുതിർന്ന വസ്ത്രവും തീക്കുള്ള ഇന്ധനം പോലെ ജ്വാലയായിത്തീരും. എന്തെന്നാൽ നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജകുമാരൻ എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ആധിപത്യ സമൃദ്ധിക്കും സമാധാനത്തിനും അന്ത്യമുണ്ടാവുകയില്ല. നീതിയിലും ധർമ്മത്തിലും രാജ്യം ഉറപ്പിക്കാനും ഇപ്പോൾ മുതൽ എന്നേക്കും നിലനിർത്താനും തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും. യാക്കോബിനെതിരെ നാഥൻ തന്റെ വചനം അയച്ചിരിക്കുന്നത് ഇസ്രായേലിൽ പതിക്കും. സമറിയായിലെ നിവാസികളും
എഫ്രായിം ജനം മുഴുവനും ഇതറിയും. ഔദ്ധത്യത്തോടും ഹൃദയത്തിന്റെ ഗർവോടും കൂടി അവർ പറയുന്നു, ഇഷ്ടികകൾ വീണുപോയി, എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും. സിക്കമൂർ മരങ്ങൾ മുറിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ ദേവദാരു പകരം വയ്ക്കും. കർത്താവ് അവർക്കെതിരെ റസീനിന്റെ ശത്രുക്കളെ ഉയർത്തുകയും അവന്റെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യും. മുമ്പിൽ നിന്ന് ആരാംകാരും പിന്നിൽ നിന്ന് ഫിലിസ്ത്യരും ഇസ്രായേലിനെ വാപിളർന്ന് വിഴുങ്ങി. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് ജനം തിരിയുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൽ നിന്ന് വാലും തലയും കൂമ്പും കുറ്റിയും കർത്താവ് അരിഞ്ഞുകളഞ്ഞു. ശ്രേഷ്ഠനും പ്രമുഖനും അവനാണ് തല, വ്യാജപ്രവാചകൻ അവനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുന്നവരായി തീർന്നു. അവരാൽ നയിക്കപ്പെടുന്നവർ ആശയക്കുഴപ്പത്തിലായി. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ നാഥൻ സന്തോഷിക്കുകയില്ല. അവരുടെ അനാഥരോടും അവരുടെ വിധവകളോടും അവിടുന്ന് കരുണ കാണിക്കുകയില്ല. എന്തെന്നാൽ എല്ലാവരും ഭക്തിരഹിതരും തിന്മ പ്രവർത്തിക്കുന്നവരുമാണ്. ഓരോ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അത് ദുഷ്ടതയെ നിശ്ചയമായും അഗ്നി പോലെ ദഹിപ്പിക്കും. മുള്ളുകളും മുൾച്ചെടികളും വിഴുങ്ങിക്കളയും. വനത്തിലെ കുറ്റിക്കാടുകളെ എരിയിക്കും. പുകപടലം മുകളിലേക്കുയരും. സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധത്താൽ ദേശം വരണ്ടുപോയി. ജനം അഗ്നിക്കുള്ള വിറക് പോലെ ആയിരിക്കുന്നു. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലതുവശത്ത് നിന്ന് മുറിച്ചെടുത്തു, എന്നിട്ടും അവന് വിശക്കുന്നു. ഇടതുവശത്ത് നിന്ന് വിഴുങ്ങുന്നു, എന്നിട്ടും തൃപ്തിയാകുന്നില്ല. ഓരോരുത്തനും തൻ്റെ തന്നെ ഭുജത്തിന്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായിമിനോടൊപ്പവും എഫ്രായിം മനാസയോടൊപ്പവും. അവർ ഒരുമിച്ച് യൂദായ്ക്കെതിരെയാണ്. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 39 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അവനോട് പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ മനുഷ്യനെ, അതായത് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നവനല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഞാനാകട്ടെ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. യഹൂദർ അവനോട് മറുപടി പറഞ്ഞു, നീ ഒരു സമറിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു മറുപടി പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല. യഹൂദർ അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരണം രുചിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? അവനാകട്ടെ മൃതിയടഞ്ഞു, പ്രവാചകന്മാരും മരിച്ചുപോയി. നീ നിന്നെ തന്നെ ആരാക്കി തീർക്കുകയാണ്. യേശു മറുപടി നൽകി, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്നതിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ അവനോട് പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടെന്നോ? യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാ